Dear students, next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തിയറം 2.5 ആണ്. A subset of R is connected if and only if it is an interval. Set of real numbers connected ആണെങ്കിൽ അതൊരു ഇൻ്റർവെൽ ആയിരിക്കും, ഇൻ്റർവെൽ ആണെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കും. അതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ പ്രൂഫ്. First note that a subset X of R is an interval if and only if it has the property that for any AB belongs to X, interval AB subset of X. നമ്മൾ ഒരു ഇൻ്റർവെലിൻ്റെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. അതായത് ആറിൻ്റെ ഒരു സബ്സെറ്റ് എക്സ് എന്ന് പറയുന്ന സബ്സെറ്റ് ഒരു ഇൻ്റർവെല്ലാണെങ്കിൽ ഓക്കെ, അതിനെന്തൊരു ഈ പ്രോപ്പർട്ടി ഉണ്ടാവും. അതായത് നമ്മൾ അതിൽ നിന്ന് രണ്ട് എലമെൻ്റ് എടുക്കുക, എയും ബിയും. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പൺ ഇൻ്റർവൽ എ ബി ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും, എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നൗ ഇഫ് എക്സ് ഈസ് നോട്ട് ആൻ ഇൻ്റർവൽ, നമ്മൾ അസ്യൂം ചെയ്യാണ് എക്സ് ഒരു ഇൻ്റർവൽ അല്ല എന്നുള്ളത് അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഈ ഇത് പ്രോപ്പർട്ടി പ്രകാരം ദർ എക്സിസ്റ്റ് റിയൽ നമ്പേഴ്സ് എ ബി സി സച്ച് ദാറ്റ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി, എ ബി ബിലോങ്സ് ടു എക്സ് ആൻഡ് സി ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ്. ഇൻ്റർവൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പോയിൻ്റ് ഉണ്ടാവും സി എന്ന് പറയുന്ന, സച്ച് ദാറ്റ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി, എ ബി ബിലോങ്സ് ടു എക്സ് ആൻഡ് സി ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ്. ഓക്കെ, നൗ ലെറ്റ് നമ്മൾ എയും ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റുകൾ എടുക്കുകയാണ് ഈ രൂപത്തിൽ. എങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ എക്സ്, എക്സിലുള്ള നമ്മളിവിടെ ഒരു എക്സ് ആറിൻ്റെ സബ്സെറ്റായിട്ടാണ് എക്സ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ സി, ഇവിടെ നമുക്കൊരു സി ഉണ്ട്, അതിനേക്കാളും ചെറിയ എല്ലാ എക്സുകളും ഈ എക്സിലുള്ള മെമ്പേഴ്സ് അതിനെ നമ്മൾ എ എടുത്തു. ഈ സിനേക്കാളും വലിയ മെമ്പേഴ്സ് എക്സിലുള്ള മെമ്പേഴ്സ് അതിനെ നമ്മൾ ബി എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ക്ലിയർലി നമുക്കിവിടെ കാണാൻ പറ്റും എയും ബിയും ഡിസ്ജോയിൻറ്റ് സബ്സെറ്റുകളാണ്. ഓക്കെ, എക്സിൻ്റെ എന്ന് മാത്രമല്ല ഓപ്പൺ സബ്സെറ്റുമാണ്. ഓക്കെ, അത് നോൺ എംപ്റ്റിയും കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ കാരണം നമ്മൾ എ എന്ന് എടുക്കുന്നത് എക്സ് ഇൻ്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു സിയും, ബി എടുക്കുന്നത് അങ്ങനെയാണ് സി ഇൻഫിനിറ്റി ഇൻ്റർസെക്ഷൻ എക്സ് ആൻഡ് എ യൂണിയൻ ബി ഈക്വൽ ടു എക്സ്. ഓക്കെ, എന്ന് മാത്രമല്ല എയും സ്മോൾ എയും സ്മോൾ ബിയും ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയിലും റെസ്പെക്റ്റീവിലുണ്ട്. അതുകൊണ്ട് ഇത് ഈ രണ്ട് സെറ്റും നോൺ എംപ്റ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോൺ എംപ്റ്റി ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സബ്സെറ്റുകളാണ് കിട്ടിയത്. ഓക്കെ, സോ ദിസ് ഷോസ് ദാറ്റ് എക്സ് ഈസ് നോട്ട് കണക്റ്റഡ്. നമ്മൾ എക്സിൻ്റെ ഈ രൂപത്തിലുള്ള രണ്ട് സബ്സെറ്റുകൾ എടുത്തു, എയും ബിയും. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് നോൺ എംപ്റ്റി ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സബ്സെറ്റുകളാണ്. ഓക്കെ, എന്ന് മാത്രമല്ല എ യൂണിയൻ ബി ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് കണക്റ്റഡ് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർവെൽ അല്ലാന്ന് എടുക്കാന്നുണ്ടെങ്കിൽ എക്സ് ഇസ് നോട്ട് കണക്റ്റഡ്. നൗ കോൺവേഴ്സ്ലി സപ്പോസ് എക്സ് ഇസ് ആൻ ഇൻ്റർവെൽ. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റർവെൽ ആണെങ്കിൽ നമുക്ക് കണക്റ്റഡ് ആണെന്ന് കാണേണ്ടത്. ആൻഡ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി വേർ ക്ലോഷർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ക്ലോഷർ ഓഫ് ബി ഈക്വൽ ടു 5, എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി വേർ ദ ക്ലോഷർ ഈസ് റിലേറ്റീവ് ടു എക്സ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഇങ്ങനെ ഒരു എയും ബിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ എടുക്കുന്നത്? നോട്ട് കണക്റ്റഡ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് കണ്ട് കണക്റ്റഡ് എന്നാണ്. ഓക്കെ, നൗ ലെറ്റ് എ നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ, ബി നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി. ഇവിടെ എ നോൺ എംപ്റ്റി ആണ്, ബിയും നോൺ എംപ്റ്റി ആണ്. അപ്പോൾ നമുക്ക് രണ്ട് എലമെൻറ്റുകൾ എടുക്കാൻ പറ്റും. എ നോട്ട് ബിലോങ്സ് ടു എ, ബി നോട്ട് ബിലോങ്സ് ടു ബി. നൗ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി മേ സപ്പോസ് ദാറ്റ് എ നോട്ട് ലെസ് ദാൻ ബി നോട്ട്. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, കാരണം നമ്മൾ എടുക്കുന്നത് എന്താണ്? ഒരു ഇൻ്റർവെല്ലിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഓർഡർ പ്രോപ്പർട്ടി നമ്മൾ അതിലെടുക്കുന്നത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും സ്വാഭാവികമായിട്ടും. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് സെറ്റുകളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ
ആ രൂപത്തിൽ വരുന്നതിനെ നമ്മൾ എയും ബി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ രണ്ട് പോയിന്റുകളുടെ മിഡ് പോയിന്റ് എടുക്കും. അതാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്, സ്മോൾ എക്സ്, ഇതിൻ്റെ മിഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ മിഡ് പോയിന്റ് ഏതെങ്കിലും ഒരു സെറ്റിലുണ്ടാവും. ഓക്കെ, ഇനി ആ മിഡ് പോയിന്റ് എയിലുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സിനെ A1 എന്ന് എടുക്കും. പിന്നെ ഓൾറെഡി B0 ഉണ്ടല്ലോ, അതിനെ നമ്മൾ B1 എന്ന് എടുക്കും. ഓക്കെ, ഇനി ഇത് എയിലില്ല, ബിയിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, A0നെ A1 എന്ന് എടുക്കും, ഈ എക്സിനെ B1 എന്ന് എടുക്കും. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് കാണും, ഇതിൻ്റെ A1ൻ്റെയും B1ൻ്റെയും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ മിഡ് പോയിന്റ് കാണും. ഓക്കെ, അത് നമ്മൾ എക്സ് എന്ന് എടുക്കും. എന്നിട്ട് നമ്മൾ A2 B2 എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. A2 B2 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ കിട്ടും. ഈ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ AN സച്ച് ദാറ്റ് N വേരീസ് ഫ്രം 0 1 2 3 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് ഇൻ്റർവെൽ കിട്ടും. അതൊരു നെസ്റ്റഡ് സീക്വൻസ് ആയിരിക്കും. ആദ്യം A0 B0, പിന്നെ അതിൻ്റെ ഉള്ളിൽ A1 B1, അങ്ങനെ അങ്ങനെ ആ രൂപത്തിൽ വരുന്ന നെസ്റ്റഡ് സീക്വൻസ് ആയിരിക്കും. ഇനി നമ്മൾ സെപ്പറേറ്റ്ലി AN എടുക്കുക, A0 A1 എന്ന് എടുക്കുക. ഓക്കെ, ആ ANകൾ ഏതിലുണ്ടാവും, എയിലുണ്ടാവും, BNകൾ ബിയിലുണ്ടാവും ഫോർ ഓൾ എൻ. നൗ നമ്മൾ ആ സെപ്പറേറ്റ് സീക്വൻസ് എടുക്കുക, A എന്ന് പറയുന്നത്. നമ്മൾ ഈ സീക്വൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ A0 എന്ന് പറയും. പിന്നെ A1 എന്ന് പറയുന്നത് A0ൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. പിന്നെ നമ്മൾ റിയൽ ലൈനിൽ നോക്കുകയാണെങ്കിൽ A2 എന്ന് പറയുന്നത് A1ൻ്റെ റൈറ്റ്, അങ്ങനെ അങ്ങോട്ട് പോകും. സോ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എ ബൗണ്ടഡ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എന്നാണ് കിട്ടുക. അന്നേരം BN എന്തായിരിക്കും, നമ്മൾ B0 എടുത്തു കഴിഞ്ഞാൽ പിന്നെ B1 B0ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരിക. ഓക്കെ, B0 നമ്മൾ ഫസ്റ്റ് എടുക്കുന്നു, അപ്പോൾ B1 ഈ B0ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരിക. എന്ന് വെച്ചാൽ അത് ഡിക്രീസ് ചെയ്യാണ് റിയൽ ലൈന് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു സീക്വൻസ് എന്താ വരിക, ഈസ് എ ബൗണ്ടഡ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്, ഇപ്പോൾ നമ്മൾ ഇൻഫൈനൈറ്റ് ടൈംസ് ചെയ്യാണ് ഈ പ്രോസസ്സ്, n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യാണ്, ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. സോ അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും, BN - AN കൺവേർജസ് ടു 0 ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്നാവും. ഓക്കെ, നൗ നമുക്കറിയാം കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ, ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. ബോത്ത് രണ്ട് സീക്വൻസുകളും എങ്ങോട്ട് കൺവേർജ് ചെയ്യും, ഒരു കോമൺ ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യും. അതിന് നമ്മൾ C എന്ന് എടുക്കുകയാണ്. ഓക്കെ, സോ നോട്ട് ദാറ്റ് C ബിലോങ്സ് ടു X ആയിരിക്കും. കാരണം എന്താണ്, A0 ലെസ് ദാൻ ഈക്വൽ ടു C ലെസ് ദാൻ ഈക്വൽ ടു B0 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും C ബിലോങ്സ് ടു X ആണ്. കാരണം നമ്മൾ X എടുക്കുന്നത് ഈ ഇൻ്റർവെല്ലാണ് എടുത്തത്. ഓക്കെ, ഓൾസോ എവറി നെയ്ബർഹുഡ് ഓഫ് C ഇൻ്റർസെക്ട്സ് A ആസ് വെൽ ആസ് B. നമ്മൾ Cൻ്റെ ഒരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിൽ അത് Aനെയും ബിനെയും മീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, C ബിലോങ്സ് ടു ക്ലോഷർ ഓഫ് A ഇൻ്റർസെക്ഷൻ ക്ലോഷർ ഓഫ് B എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. കാരണം നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ക്ലോഷർ ഓഫ് A ഇൻ്റർസെക്ഷൻ ക്ലോഷർ ഓഫ് B എംപ്റ്റി ആണെന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ അസംഷൻ റോങ് ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നോട്ട് കണക്റ്റഡ് എന്നാണ് അസ്യൂം ചെയ്തത്, അപ്പോൾ X എന്താണ്, കണക്റ്റഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ്. നെക്സ്റ്റ് തിയറം 2.6. എവറി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ഈസ് കോമ്പാക്ട്. ഓക്കെ, എല്ലാ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലും കോമ്പാക്റ്റ് ആണെന്നാണ് നമുക്ക് കാണേണ്ടത്. കോമ്പാക്റ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം എവരി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ പ്രൂഫ്, സിൻസ് എനി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ AB with A less than B is homeomorphic to the unit interval 0 1. ഓക്കെ, നമുക്കറിയാം ഏതൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിലും അത് ഈ ഒരു നമ്മൾ ക്ലോസ്ഡ് 0 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനോട് ഹോമിയോമോർഫിക് ആണ്. അപ്പോൾ ഇത് കോമ്പാക്റ്റ് ആണെന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1 കോമ്പാക്റ്റ് ആണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഓപ്പൺ കവർ എടുത്തു. ഈ ഇൻ്റർവെല്ലിൻ്റെ അത് സ്ക്രിപ്റ്റ് യു എന്നുള്ളതാണ് എടുക്കുന്നത്. നമുക്ക് കാണേണ്ടത് ഇത് ഇങ്ങനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്നാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് യുവിലുള്ള ഒരു എലമെൻറ്റ് യു എന്നെടുത്തു. സോ യു ഈസ് ഓപ്പൺ റിലേറ്റീവ് ടു ക്ലോസ് ഇൻ്റർവെൽ 0, 1 ആൻഡ് ഹെൻസ് ഈസ് ഓഫ് ദ ഫോം. അത് ഈ ഒരു ഫോമിലുണ്ടാവും വി ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവെൽ 0, 1 വേർ വി എന്ന് പറയുന്നത് ഈസ് ആൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് ആർ. ഓക്കെ, ഇനി നമ്മൾ സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്നൊരു ഫാമിലി എടുക്കുകയാണ്. എങ്ങനെ? ഇവിടെ നമ്മൾ ഒരു യു എടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വി ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവെൽ 0, 1 ഉണ്ട്. സോ ഈ വികൾ വെച്ചിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസിങ് സച്ച് യൂസ് ബൈ കറസ്പോണ്ടിങ് വീസ് വി ഗെറ്റ് എ കവർ വി ഓഫ് ക്ലോസ് ഇൻ്റർവെൽ 0, 1 ബൈ സെറ്റ്സ് വിച്ച് ആർ ഓപ്പൺ ഇൻ ആർ. ഓക്കെ, അതായത് ഈ വികളൊക്കെ ഓപ്പൺ ഇൻ ആർ ആണ്. ഓക്കെ, നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈ ക്ലോസ് ഇൻ്റർവെൽ 0, 1 ഒരു കവർ തന്നെ ആയിരിക്കും ഇത് സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്നത്. നമ്മളിവിടെ യു എടുത്തു, അത് ഇതിൻ്റെ ഒരു കവറാണ് എടുത്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ യുവിലുള്ള മെമ്പേഴ്സിന് ഈ വിയിലുള്ള മെമ്പേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. വി എന്ന് പറയുന്നത് ആറിലുള്ള ഓപ്പൺ സബ്സെറ്റുകളുടെ ഒരു കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് കവർ ചെയ്യുന്ന 0, 1 കവർ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് സ്ക്രിപ്റ്റ് വി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്ക്രിപ്റ്റ് വി ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ എന്നാണ് നമുക്ക് കാണാൻ. നൗ ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ടി ഇൻ ക്ലോസ് ഇൻ്റർവെൽ 0, 1 such that the interval 0t can be covered by finitely members of script v. നമ്മൾ എസ് എന്ന് പറയുന്നൊരു സെറ്റ് എടുക്കുന്നത് ഈ 0, 1 എല്ലാ പോയിന്റുകളും ഏത് രൂപത്തിലുള്ള പോയിന്റ്സ് ആണ്? സച്ച് ദാറ്റ് 0t, അപ്പോൾ ടി എന്ന് പറയുന്നത് ഈ 0ക്ക് ശേഷമുള്ള ഒരു പോയിന്റ് ആയിരിക്കും. സോ ഈ 0t എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവെൽ 0t എന്ന് പറയുന്നത് ആ ഒരു ഇൻ്റർവെൽ ക്യാൻ ബി കവേർഡ് ബൈ ഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് ഓഫ് സ്ക്രിപ്റ്റ് വി. സ്ക്രിപ്റ്റ് വിയിലുള്ള ഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ടീകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇപ്പോൾ 0 ഹാഫ് എടുക്കുകയാണെങ്കിൽ പിന്നെ ഹാഫ് എന്ന് പറയുന്നത് ഈ ഈ ഒരു സെറ്റിൽ ഉണ്ടാവണം എന്നുള്ള കണ്ടീഷൻ 0 ഹാഫ് എന്ന് പറഞ്ഞ ഇൻ്റർവെല് ഈ വിയിലുള്ള മെമ്പേഴ്സ് കൊണ്ട് ഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് ഈ ഇതിലുള്ള 0 to 1 ഈ പോയിന്റുകൾ ഈ എസ് സബ്സെറ്റിൽ വരുള്ളൂ. നമ്മൾ ഹാഫ് എടുക്കുകയാണെങ്കിൽ ഹാഫ് ഇതിൽ വരണമെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് എന്നുള്ള ഒരു സെറ്റ് കിട്ടി. നൗ വി ഹാവ് ടു ഷോ ദാറ്റ് 1 belongs to എസ് എന്നുള്ളതാണ്. ഓക്കെ, 0 എന്തായാലും എസ്സിലുണ്ടാവും നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ട് എസ് എന്ന് പറയുന്ന സെറ്റ് നോൺ എംപ്റ്റി ആയിരിക്കും. നമുക്ക് കാണേണ്ടത് 1 belongs to എസ് എന്ന് കണ്ടാൽ മതി. നൗ വി ക്ലെയിം എസ് ഇസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ ക്ലോസ് ഇൻ്റർവെൽ 0, 1. ഓക്കെ, ഈ എടുക്കുന്ന സെറ്റ് എസ് എന്ന് പറയുന്നത് ക്ലോസ്ഡും ആണ് ഓപ്പണും ആണ് ഈ ക്ലോസ് ഇൻ്റർവെൽ 0, 1. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ലെറ്റ് ടി ബിലോങ്സ് ടു എസ്. നമ്മൾ എസ്സിൽ നിന്നൊരു പോയിന്റ് ടി എടുത്തു. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ഇൻ്റർവെൽ 0t എന്ന് പറയുന്ന ഈ ഇൻ്റർവെല് ടി ഇതിലുണ്ടായതുകൊണ്ട് എന്ത് ചെയ്യും? ഈ പിന്നെ സ്ക്രിപ്റ്റ് വിയിലുള്ള ഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ആ മെമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? v1, v2, എക്സെട്ര vn എടുക്കണം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടി എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു vnലുണ്ടാവും. സോ ടി ബിലോങ്സ് ടു vn. നമ്മൾ ടി കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആ ഇൻ്റർവെൽ നമ്മൾ vn എടുക്കുകയാണ്. നൗ സിൻസ് vn ഈസ് ഓപ്പൺ, നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫാമിലി ഈ മെമ്പേഴ്സ് ആണെങ്കിൽ ഓപ്പൺ ഇൻ ആർ, പിന്നെ ആറിൽ ഓപ്പൺ ആയിട്ടുള്ള മെമ്പേഴ്സാണ്. സോ vn ഈസ് ഓപ്പൺ ആയതുകൊണ്ട് ടി ഈ vnൽ ഉണ്ടല്ലോ. സോ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ടി മൈനസ് ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ സബ്സെറ്റ് ഓഫ് vn ആയിരിക്കും. നൗ ഫോർ എനി ടി ഡാഷ് ബിലോങ്സ് ടു ടി മൈനസ് ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവെൽ 0, 1. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്പൺ ഇൻ്റർവെൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ക്ലോസ് ഇൻ്റർവെൽ 0, 1 പിന്നെ
ഇൻ്റർസെക്ഷൻ എടുക്കുക. അപ്പോൾ അതിലുള്ള ഒരു ടി ഡാഷ് ബിലോങ്സ് ടു ദിസ് സെറ്റ്. The interval 0 t dash is also covered by v1, v2, etc. vn. നമുക്കറിയാം. അപ്പോൾ എന്താ ഷോ ചെയ്യുന്നത്? ടി ഡാഷ് ബിലോങ്സ് ടു എസ് എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ടി ഡാഷ് എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? ടി ഡാഷ് ബിലോങ്സ് ടു ഈ സെറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ അത് ഇതിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഹെൻസ് ഓപ്പൺ ഇൻ്റർവൽ ടി മൈനസ് ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ 0, 1 സബ്സെറ്റ് ഓഫ് എസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് ഈസ് ഓപ്പൺ എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ബീയിങ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് സപ്പോസ് ടി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 മൈനസ് എസ്. നമ്മൾ നേരത്തെ എടുത്തത് ടി ബിലോങ്സ് ടു എസ് ആണ്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് ടി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 മൈനസ് എസ്സിൽ നിന്നാണ് ടി എടുക്കുന്നത്. Now choose v belongs to script v such that t belongs to v. Okay, v being open, there is delta greater than 0 such that t minus delta t plus delta subset of v. ഇപ്പോൾ നമ്മൾ ടി ഇതിൽ നിന്ന് എടുത്തു. 0, 1 ക്ലോസ് ഇൻ്റർവൽ 0, 1 കവർ ചെയ്യുന്ന പിന്നെ സെറ്റാണ് ഈ സ്ക്രിപ്റ്റ് ഫാമിലിയാണ് സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടി ഇതിലുള്ള ഒരു വിയിലുണ്ടാവും. അതാണ് നമ്മൾ വി എടുക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് വിയിലുള്ള ഒരു ഏതെങ്കിലും ഒരു മെമ്പറിലുണ്ടാവും. അത് നമ്മൾ വി എടുക്കുകയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഇതിലുള്ള മെമ്പർ ആയതുകൊണ്ട് ഇത് ഓപ്പൺ ആണ്. അപ്പോൾ അത് ഓപ്പൺ ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഓപ്പൺ ഇൻ്റർവൽ ടി മൈനസ് ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ സബ്സെറ്റ് ഓഫ് വി ആയിരിക്കും. ഓക്കെ, നൗ വി ക്ലെയിം ദാറ്റ് t minus delta t plus delta intersection closed interval 0, 1 minus s is subset of this closed interval 0, 1 minus s നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടി ഡാഷ് ഇതിൽ നിന്നെടുത്തു. അതാണ് ടി ഡാഷ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ ടി മൈനസ് ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. നൗ ഇഫ് ടി ഡാഷ് ബിലോങ്സ് ടു എസ്, നമുക്ക് ഇതാണ് കാണേണ്ടത്. ടി ഡാഷ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 മൈനസ് എസ്സിലാണ് ടി ഡാഷ് ഉണ്ടെന്ന് കാണേണ്ടത്. ഇനി അതല്ല ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, അതായത് എസ്സിലാണ് ടി ഡാഷ് ഉള്ളതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ നമ്മൾ എസ്സിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ടി ഡാഷ് ക്യാൻ ബി കവേർഡ് ബൈ സേ മെമ്പേഴ്സ് ഓഫ് സ്ക്രിപ്റ്റ് വി. ഏതൊക്കെയാണ്? v1, v2, എക്സെട്ര vn. ഓക്കെ, നമ്മളുടെ സ്ക്രിപ്റ്റ് വിയിലുള്ള മെമ്പേഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് കൊണ്ട് ഈ ഇൻ്റർവെല്ലിനെ കവർ ചെയ്യാൻ പറ്റും. ഡെഫിനിഷനാണ്. ബട്ട് ദെൻ v1, v2, എക്സെട്ര vn ഈ മെമ്പേഴ്സും പിന്നെ വിയും കൂടിയിട്ട് ടുഗദർ കവർ 0t എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? ടി ബിലോങ്സ് ടു എസ് എന്ന് വരും. അത് കോൺട്രഡിക്ഷനാണ്. നമ്മൾ ടി ബിലോങ്സ് ടു വി ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വന്ന് പറയാം ടി ഡാഷ് ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ക്ലോസ് ഇൻ്റർവൽ 0, 1 മൈനസ് എസ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഈ ക്ലോസ് ഇൻ്റർവൽ 0, 1 മൈനസ് എസ് ഈസ് ഓൾസോ ഓപ്പൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കെന്ന് പറയാൻ പറ്റും എസ് ഈസ് എ നോൺ എംപ്റ്റി ക്ലോപ്പൻ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. കാരണം നമ്മൾ നേരത്തെ എസ് എന്ന് പറയുന്നത് ഓപ്പൺ ആണെന്ന് കണ്ടിട്ടുണ്ട്. ദെൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 മൈനസ് എസ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എസ് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എസ് ഈസ് എ നോൺ എംപ്റ്റി ക്ലോപ്പൻ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എന്ന് കിട്ടി. ഓക്കെ, ബട്ട് ബൈ ദ തിയറം എബോവ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഈസ് കണക്റ്റഡ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള തിയറം പ്രകാരം ഇത് കണക്റ്റഡ് ആണ്. ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഈ എസ് എന്ന് പറയുന്ന സെറ്റ് എന്താണ്? എൻറ്റയർ ദിസ് ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ബിലോങ്സ് ടു എസ് എന്ന് കിട്ടും. സോ ദിസ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ്. Next definition, two subsets A and B
of a space X are said to be mutually separated or separated if closure of A intersection B equal to empty and A intersection closure of B equal to empty. ഓക്കെ, ഒരു സ്പേസ് എക്സിൻ്റെ രണ്ട് സബ്സെറ്റുകളാണ് എയും ബിയും. അപ്പോൾ അത് സെപ്പറേറ്റഡ് ആണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വലി സെപ്പറേറ്റഡ് ആണെന്ന് പറയണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ക്ലോഷർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എം ടി ആയിരിക്കണം, അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ക്ലോഷർ ഓഫ് ബിയും എം ടി ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, open interval -1 0 and 0 1 are mutually separated subset of R. അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ 2.8. ലെറ്റ് എക്സ് ബി എ സ്പേസ് ആൻഡ് ക്യാപിറ്റൽ സി be a connected subset of X, that is C with the related topology is a connected space. Now suppose capital C subset of A union B, where A, B are mutually separated subsets of X, then either C subset of A or C subset of B. ഇവിടെ X എന്ന് പറയുന്നൊരു സ്പേസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് ക്യാപിറ്റൽ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി, വേർ എയും ആൻഡ് ബി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ, എയും ബിയും എക്സിൻ്റെ മ്യൂച്വലി സെപ്പറേറ്റഡ് സബ്സെറ്റുകളാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിയൻ, അതാണ് എ യൂണിയൻ ബി, അതിൻ്റെ ഒരു സബ്സെറ്റാണ് സി എങ്കിൽ സിയുടെ പ്രോപ്പർട്ടി എന്തായിരിക്കും? ദെൻ എയ്തർ സി സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും അല്ലെങ്കിൽ സി സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പ്രൂഫ്. ലെറ്റ് ജി ഈക്വൽ ടു സി ഇൻ്റർസെക്ഷൻ എ. നമ്മൾ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി ഇൻ്റർസെക്ഷൻ എയും എച്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി ഇൻ്റർസെക്ഷൻ ബി എന്നെടുത്തു. ഓക്കെ, ദെൻ ജി ആൻഡ് എച്ച് ആർ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് സി. കാരണം എന്താ? എയും ബിയും ക്ലോസ്ഡ് ഇൻ എ യൂണിയൻ ബി. ഇത് പറയാൻ കാരണം എന്താ? നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? എയും ബിയും സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ആർ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എ യൂണിയൻ ബി. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്തുകൊണ്ടാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും ക്ലോസ്ഡ് ആയതുകൊണ്ട് ജി ഈക്വൽ ടു സി ഇൻ്റർസെക്ഷൻ എ അതുപോലെ എച്ച് ഈക്വൽ ടു സി ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റുകൾ കിട്ടും. ജിയും എച്ചും അത് ക്ലോസ്ഡ് ആയിരിക്കും സബ്. ഓക്കെ, അത് ഇതിൻ്റെ സിൻ്റെ സബ്സെറ്റുകളായിരിക്കും. ഓക്കെ, ആൾസോ ജി ഇൻ്റർസെക്ഷൻ എച്ച് എന്തായിരിക്കും ഇവിടെ കിട്ടുക? ജി ഈക്വൽ ടു സി ഇൻ്റർസെക്ഷൻ എയും എച്ച് ഈക്വൽ ടു സി ഇൻ്റർസെക്ഷൻ ബി ആണ്. സോ ജി ഇൻ്റർസെക്ഷൻ എച്ച് എം ടി ആണ് കിട്ടുക. പക്ഷെ നമ്മൾ സി എന്ന് പറയുന്നത് കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയ്തർ ജി ഈക്വൽ ടു എം ടി ഓർ എച്ച് ഈക്വൽ ടു എം ടി. കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എം ടി ആയിരിക്കണം എന്നുള്ളതാണ്. ഇൻ ദ ഫസ്റ്റ് കേസ്, ദാറ്റ് ഈസ് ഇഫ് ജി ഈക്വൽ ടു എം ടി, ദെൻ എന്ത് വരും? സി സബ്സെറ്റ് ഓഫ് ബി എന്ന് വരും. ജി എം ടി ആണെങ്കിൽ സി സബ്സെറ്റ് ഓഫ് ബി എന്ന് വരും. ഇനി എച്ച് ആണ് എം ടി എങ്കിൽ സി സബ്സെറ്റ് ഓഫ് ബി എന്ന് വരും. ഓക്കെ, സോ ദിസ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ്. അപ്പോൾ ടെക്സ്റ്റ് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാം. Okay, thank you.